അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يعلم بأن الله يرى. സ്നേഹത്തിരണിയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ സർവ്വലോക സംരക്ഷകനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനിൻ്റെ പതിപ്പുകളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തുകൾ ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുത്തബിഈങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകളിൽ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ ഇതെല്ലാം അകറ്റി ഇരുലോകത്തും സമാധാനവും ശാന്തിയും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരലോകമോചനത്തിനു വേണ്ടി സാധാരണഗതിയിൽ മറ്റുള്ള മാസങ്ങളെക്കാൾ ശഅബാനിലേക്ക് പ്രവേശിച്ച നമ്മൾ, അതുപോലെ ശഅബാനിലൂടെ യാത്ര ചെയ്ത് റമദാനിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ധാരാളമായി സുഹൃതങ്ങൾ മാത്സര്യം കാണിക്കുകയും നന്മയിൽ മുന്നേറുകയും ചെയ്യുക എന്നത് വിശ്വാസികൾ ഈ സാഹചര്യത്തിൽ എടുക്കുന്ന നിലപാടാണ്. പരലോകമോക്ഷത്തിനു വേണ്ടി സുഹൃതങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ സ്വഭാവ രൂപീകരണം പരലോകത്ത് രക്ഷപ്പെടാൻ അനിവാര്യമാണ് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സുപ്രധാനമായ മൂല്യവത്തായ ഒരു ഗുണത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ വളരെ ചുരുക്കി സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നലി കുല്ലി ദീനിൻ ഖുലിക. എല്ലാ മതങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. എന്നാൽ വഖുലുൽ ഇസ്ലാമി അൽ ഹയാഉ. ഇസ്ലാമിൻ്റെ സ്വഭാവം, ഒരു മുസ്ലിമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഹയാ, ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്.
ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും ചേർത്ത് വെക്കേണ്ട സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഒരു മുത്തഖിയായി സൂക്ഷ്മതയോടുകൂടി പരലോക ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു മുത്തഖിയുടെ ജീവിതത്തിൽ പുലർത്തി മുന്നോട്ടു പോകേണ്ട പ്രധാനപ്പെട്ട മൂല്യവത്തായ ഗുണമാണ് ലജ്ജ, നാണം എന്ന് പറയുന്നത്. ആണെന്നോ പെണ്ണെന്നോ പ്രായമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം പ്രവാചകൻ പഠിപ്പിച്ചത് ലജ്ജ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ലജ്ജയുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരിക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് ഷുഐബ് നബിയുടെ മക്കൾ മൂസാ നബിയെ ക്ഷണിക്കാൻ ചെല്ലുമ്പോൾ ഖുർആൻ സൂറത്തു ഖസസിൽ ആ ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. ഫജാഅത്ത് ഇഹ്ദാഹുമാ തംശി അല ഇസ്തിഹ്യാ, ആ പെണ്ണ് ലജ്ജാവതിയായി ലജ്ജയുള്ളവളായിട്ട് വന്നു എന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരുടെ സ്വഭാവമായി, അവരുടെ അനുസരണാശീലമുള്ള ഭാര്യമാരുടെ സ്വഭാവമായി, അവരുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളായിട്ടുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള മക്കളുടെയും അനുചരന്മാരുടെയും സ്വഭാവമായി ധാരാളം വിശദീകരിക്കപ്പെട്ട ഒരു സൽഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. എന്തിനാണ് ലജ്ജയെ ഇസ്ലാം ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞത് എന്ന് പലപ്പോഴും ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നാറുണ്ട്. ഇസ്ലാമിൽ ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി ഈ വിഷയം പറഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമകാലിക ചരിത്രവും ഇന്ന് നമ്മുടെ ചുറ്റുപാടും സോഷ്യൽ മീഡിയയും ചാനലുകളുടെയൊക്കെ അതിപ്രസരങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ഇസ്ലാം എന്തുകൊണ്ട് ലജ്ജയെ ഇത്ര പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ഈമാനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ലജ്ജയെ പഠിപ്പിച്ചത്. പരസ്പര പൂരകങ്ങളായി, ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളായി, ഇണതുണയായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വിഷയമാണ് ലജ്ജ. ഒരു മനുഷ്യന് ഈമാനുണ്ടോ അവന് ലജ്ജയുണ്ടാകണമെന്നത് തീർത്തും ഇസ്ലാം പ്രഖ്യാപിച്ചൊരു കാര്യമാണ് എന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, അൽ ഹയാഉ വൽ ഈമാനു ഖുരിനാ ജമീഅ, ഈമാനും ലജ്ജയും വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഫൈദാ റുഫിഅ അഹദുഹുമാ റുഫിഅൽ ആഖർ, അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ, ഒന്ന് ഉയർത്തപ്പെട്ടാൽ മറ്റേതും സ്വാഭാവികമായും അതിനോടൊപ്പം പോകും, നഷ്ടപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ലജ്ജയില്ലെങ്കിൽ അവന് ഈമാൻ ഉണ്ടാകില്ല. ഈമാൻ നഷ്ടപ്പെട്ടാൽ അവന് പാരത്രിക ലോകം നഷ്ടമാകും. അപ്പോൾ ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ ഏറ്റവും പ്രധാനമായും സംഭവിക്കുന്ന അപകടകരമായ ഒരു കാര്യമാണ് ലജ്ജയില്ലായ്മ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അൽ ഈമാനു ബിദ്ഉം വസിത്തൂന ശുഅബ, പല ഹദീസുകളിൽ 70ഓളം ശാഖകളുണ്ട് ഈമാൻ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഒന്നാമത്തെ ശാഖ ഏതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു, അതിന്റെ അവസാനത്തെ ശാഖ ഏതാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞൊരു വിഷയം അൽ ഹയാ എന്ന് റസൂലുള്ളാഹി. അൽ ഹയാ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ പ്രകടമായ ഭാഗമാണ് ലജ്ജ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, അൽ ഹയാ മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്, ഈമാനാണ്. വൽ ഈമാനു ഫിൽ ജന്ന, വിശ്വാസമുണ്ടെങ്കിലേ ഒരുവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ ലൈഫ് മിഷൻ, ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് പർപ്പസായ സ്വർഗീയ ലോകത്തിന്റെ പ്രവേശനത്തിന് വിശ്വാസം അനിവാര്യമാണെങ്കിൽ അതോടുകൂടി അവന്റെ ജീവിതത്തിൽ ലജ്ജ എന്ന് പറയുന്ന ഗുണം അവൻ സ്വായത്തമാക്കണമെന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്താണ് ലജ്ജ എന്ന് പറഞ്ഞാൽ? നല്ല കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, ആരുടെ മുന്നിൽ ഒന്നിനും സംസാരിക്കാൻ പോകാതിരിക്കുക, അതാണോ ലജ്ജ എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. ലജ്ജ എന്ന് പറഞ്ഞാൽ നല്ല നല്ല പ്രവർത്തനങ്ങൾക്ക്, സുഹൃതങ്ങൾക്ക് വാത്സല്യം കാണിക്കുകയും തലയും തലയോട് ചേർന്നതും വയറും വയറിനോട് ചേർന്നതും മനുഷ്യ ശരീരങ്ങൾ അള്ളാഹു പറഞ്ഞതനുസരിച്ചു കൊണ്ട് ചലിപ്പിക്കുകയും അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് ഇത്തരം കാര്യങ്ങളും കൈകാലുകളും കണ്ണുകളും എല്ലാം മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ഇസ്ലാമിൽ ലജ്ജ എന്ന് പറയുന്നത്. ചില ആളുകൾ ലജ്ജാശീലമുള്ള ആളുകളെ നോക്കിയിട്ട് ചില ആളുകളൊക്കെ പറയും, അവനൊരു പതുങ്ങിയാണ് അല്ലേ, അവനൊരു ഉഷാറില്ല, അവൻ സ്മാർട്ടല്ല എന്നൊക്കെ പറയാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ നന്മയെ കൊണ്ടുവരികയുള്ളൂ, നല്ലതേ അവനുണ്ടാവുകയുള്ളൂ. അൽ ഹയാഉ ഖൈറുഹു കുൽ, ആശയസമ്പുഷ്ടമായ പ്രവാചകന്റെ വാക്ക്. ലജ്ജ എന്ന് പറഞ്ഞാൽ അത് മുഴുവനും നന്മയാണ്, അതിലൊരു മോശവുമില്ല. അൽ ഹയാഉ കുല്ലുഹു ഖൈർ, എല്ലാ ലജ്ജയും നന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ദീൻ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീന് എന്ന് മാത്രമല്ല, ദീന് മുഴുവനും ലജ്ജയാണ്, ഇസ്ലാം മുഴുവനും ലജ്ജയാണ് എന്ന് പഠിപ്പിച്ചതായി നമുക്ക് സഹോദരങ്ങളെ കാണാൻ സാധിക്കും.
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ലജ്ജ എന്ന് പറയുന്ന ആ ഒരു ഗുണം എങ്ങനെയൊക്കെ ലോകത്ത് പല പഠനങ്ങളും പറയുന്നത് ലജ്ജ എന്ന് പറയുന്നത് ഒരു മാനസിക രോഗമാണ്, ഒരു മെന്റൽ പ്രശ്നമാണ് എന്ന് പോലും പറയുന്ന ഒരവസ്ഥ ഇന്നത്തെ കാലത്ത് കാണാൻ കഴിയും. വളരെ തെറ്റായിട്ടുള്ള ഒരു ചിന്തയാണത്. ലജ്ജ എന്നത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അനിവാര്യമായ ഗുണമാണ്. ഇന്ന് ലജ്ജയില്ലായ്മയുടെ തുറന്ന കാഴ്ചകളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും കൂടിക്കലരുന്നു. അത് ഓഫീസിലാകട്ടെ, വീട്ടിലാകട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്താകട്ടെ, എല്ലാം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ പല തോന്നിയാസങ്ങളും ഇങ്ങനെ ഇപ്പൊ കോളേജിലാകട്ടെ, ക്ലാസ്സിലും അതുപോലെ ഓഫീസിലുമൊക്കെ നടന്നാൽ അത് അവിടെ മാത്രം ഒതുങ്ങുമെങ്കിൽ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് അതൊക്കെ റീൽസാക്കി, കട്ട്സാക്കി അതിങ്ങനെ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് അതിന്റെ ലൈക്കും ഷെയറും ചെയ്ത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു നാണവുമില്ലാത്ത സമൂഹമായി മുസ്ലിം ചെറുപ്പക്കാരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെ, അത്തരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ലജ്ജ എന്ന് പറയുന്നത് ജന്തുക്കൾക്കില്ലാത്തൊരു സ്വഭാവമാണ്, മൃഗങ്ങൾക്കില്ല ലജ്ജ, അത് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇരുകാലികളായ മനുഷ്യനുണ്ടാകേണ്ട ഒരു മഹത്തായ ഗുണം അത് മൃഗങ്ങൾക്കില്ലാത്തതാണ്, നാൽക്കാലികൾക്കില്ലാത്തതാണ്. അതുകൊണ്ട് ആ ലജ്ജ എന്ന സ്വഭാവം എല്ലാ നന്മകളും കിട്ടാൻ പ്രേരകമായ ഗുണമാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. എവിടെ ലജ്ജയില്ലാതാകുന്നു അവിടെ മനുഷ്യനില്ലാതാകുന്നു. മനുഷ്യ കോലമുണ്ടാകും, മനുഷ്യ രൂപമുണ്ടാകും, പക്ഷെ മൃഗതുല്യമായ ജീവിതമായി മാറും. അത്തരത്തിലുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എന്തു പരിപാടി ഉണ്ടായാലും ഒരു നാണവുമില്ലാതെ ഇസ്ലാം പറയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അള്ളാഹുവിനെ കോപമുണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബത്തിൽ ഒക്കെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള വളരെ ദയനീയമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വൽഹും അളല്ല്, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച രൂപത്തിലുള്ള ഒരു മുന്നോട്ടുള്ള പോക്ക്. ലജ്ജ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗുണമായി നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ ഹയ്യിൻ കരീം, ആകാശങ്ങളിലേക്ക് കൈ ഉയർത്തി ഒരടിമ റബ്ബിനോട് തേടിയാൽ ആ മനുഷ്യൻ അല്ലാഹു അതിന് ഉത്തരം നൽകാതെ തിരിച്ചയക്കുന്നതിൽ ലജ്ജിക്കുന്ന ഔദാര്യവാനാണ് റബ്ബ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. റബ്ബിന്റെ ഒരു ഗുണമായി, അത് മനുഷ്യനുമായി ചേർക്കാൻ പറ്റൂലെങ്കിലും അള്ളാഹുവിന്റെ വിശേഷണം അവന് യോജിച്ച രൂപത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ വിശേഷണമായി പഠിപ്പിക്കപ്പെട്ട ഒരു വിഷയമാണ് ലജ്ജ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അശദ്ദൽ ഹയാ മിനൽ ഗദ്റാഇ ഫീ ഖദിരിഹാ, പ്രവാചകൻ ടെന്റിന്റെ ഉള്ളിലെ കല്യാണം കഴിക്കാത്ത ഒരു കന്യകയെ പോലെ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു പ്രവാചകനെന്ന് നമുക്ക് ഹദീസുകളിൽ സഹോദരങ്ങളെ കാണാൻ കഴിയും. പ്രവാചകന്റെ പ്രത്യേകതയാണ്, പ്രവാചകന്റെ സ്വഭാവമാണത്, പ്രവാചകന്റെ ഐഡന്റിറ്റിയാണ് ലജ്ജ എന്ന് പറയുന്നത്. മഹാനായ ഒരു സഹാബി ഉണ്ടായിരുന്നു, അശജ് ബിൻ അബ്ദുൽ ഖൈസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത റസൂലുള്ളാഹ് ഒരിക്കൽ പറയുന്നുണ്ട്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, ഇന്ന ഫീക ലഖുൽകൈനി യുഹിബ്ബുഹുമുല്ലാഹ്, അല്ലാഹു നിന്നിൽ രണ്ട് സ്വഭാവങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ്. രണ്ട് സ്വഭാവങ്ങൾ നിന്നിൽ ഇഷ്ടപ്പെടുന്നു. വമാഹുമാ, അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരൂ. അൽ ഹിൽമു വൽ ഹയാ, അല്ലാഹുവിന് എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവങ്ങൾ ഏതാണ്? ഒന്ന് അൽ ഹിൽമ്, രണ്ട് അൽ ഹയാ ആണ്. ഒന്ന് വിവേകമാണ്, അവിവേകത്തോട് നീ പെരുമാറാറില്ല. രണ്ടാമത്തത് നിന്റെ ലജ്ജാശീലമാണ്. അത് അള്ളാഹുവിന് ഒരു വിശ്വാസിയിൽ വളരെ ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലജ്ജ നമ്മുടെ വാക്കിലുണ്ടാകണം, ലജ്ജ നമ്മുടെ പ്രവർത്തനത്തിലുണ്ടാകണം, ലജ്ജ നമ്മുടെ സംസാരത്തിലുണ്ടാകണം, ലജ്ജ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം. ലജ്ജ നമ്മളുടെ മുഴുവൻ ഇടപാടുകളിലും ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട ഗുണമാണ്. അതൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ, അതിൽ ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ, ഇന്ന് പ്രായ വ്യത്യാസമല്ല, ചെറുപ്പക്കാരികൾ മാത്രമല്ല, പ്രായമുള്ളവർ വരെ ഇന്ന് മൊബൈലിലൂടെ എന്തൊക്കെ നാണമില്ലാത്ത പ്രവർത്തനങ്ങളാണ്. മലയാളത്തിലൊക്കെ പലരും പറയുന്ന കേട്ടാൽ ഉളുപ്പില്ലാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് സമൂഹത്തിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണ് പെണ്ണാകുന്നു, പെണ്ണാണാകുന്നു, പ്രായമുള്ളവർ ചെറുപ്പക്കാരാകാൻ ശ്രമിക്കുന്നു. അവന്റെ കോലത്തിലും സംസാരത്തിലും പ്രവർത്തനത്തിലും എത്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രധാനമായും ഇന്ന് ഈ സൈബർ ഇടങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഭാര്യയുടെയും മക്കളുടെയും അതുപോലെ തന്നെ പ്രായമായ ഉമ്മയുടെയും ഒക്കെ വീഡിയോ ആടിയും പാടിയും മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി പല കട്ട്സുകളും ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത്, എന്നിട്ട് അതൊക്കെ ആളുകൾ കണ്ട് ആസ്വദിക്കുന്നത് കണ്ട് അതിൽ നിന്ന് പണമുണ്ടാക്കാൻ മടിയില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരായ ആളുകൾ,
മുസ്ലിം ചെറുപ്പക്കാരികളായ ആളുകൾ ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വേഷത്തിലും അതുപോലെ ശരീരത്തിന്റെ പല കാര്യങ്ങൾ പുറത്തേക്ക് കാണിക്കുന്ന വിഷയത്തിലും ലജ്ജയില്ലായ്മ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ശരീരം മറയ്ക്കാതെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന വസ്ത്രങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്ന പുതിയ തലമുറ ഫാഷന്റെ പേരിൽ അതിർ ലംഘിക്കുന്ന അവസ്ഥ നമ്മൾ കാണുന്നു. പൊതുസ്ഥലങ്ങളിൽ പോലും ദീനിന്റെ കാഴ്ചപ്പാടുകളെ കാണാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന പുതിയ യുവാക്കളും യുവതികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര സത്യമാണ്. അള്ളാഹിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇന്ന മിമ്മ അദറക്കന്നാസു മിൻ കലാമിൻ നുബുവ, നുബുവത്തിന്റെ കലാമിൽപ്പെട്ടതാണ്, റിസാലത്തിന്റെ കലാമിൽപ്പെട്ടതാണ്. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെ മുഴുവനും പഠിപ്പിച്ച കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന സ്വഭാവമാണ്. ആ പ്രവാചകന്മാരെല്ലാം ആ സമൂഹത്തെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ലജ്ജ എന്ന് പറയുന്നത്. ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിഅത. ഈ വാചകം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറയാണ്, ലജ്ജയില്ലേ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ. വല്ലാത്തൊരു വാക്കാണ്. ലജ്ജയില്ലേ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കാഴ്ച ഇന്ന് നമ്മൾ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ മുമ്പിൽ എന്തു കോപ്രായവും കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു സമൂഹമായി ഇന്ന് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ഒരു മാന്യതയും ഇല്ലാത്ത വസ്ത്രധാരണം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, ഒരു മാന്യതയും ഇല്ലാത്ത വസ്ത്രധാരണം ആളുകളെ അവരുടെ മനസ്സുകളിൽ രോഗമുണ്ടാക്കുമാറ് ഇളക്കിമറിക്കുമാറുള്ള വസ്ത്രധാരണങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നു. പലരുടെയും മനസ്സിൽ പലതരത്തിലുള്ള രോഗമുള്ള മനസ്സുകളിൽ അതിനോട് ആശയുണ്ടാകുന്ന, ആഗ്രഹമുണ്ടാകുന്ന, അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന രൂപത്തിൽ അവരെ ഇളക്കിവിടുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചുകൊണ്ട് ചില ആണുങ്ങൾ പെണ്ണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി ആ നിരക്ക് ഭാര്യയോട് മാന്യമായി സംസാരിക്കില്ല, മാന്യമായി ഇടപെടില്ല, അവരുമായി മധുരസല്ലാപങ്ങൾ ഉണ്ടാകുകയില്ല. മറ്റുള്ളവന്റെ ഭാര്യയാണെങ്കിൽ ഫോണിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും വളരെ മനോഹരമായി സംസാരിക്കും, സ്മാർട്ടായിട്ട് ഇടപെടും. അപ്പൊ അവൾ വിചാരിക്കണം എന്താണ്, എന്റെ ഭാര്യ ഒരു തണുപ്പനാണ്, അവൻ നല്ല സ്മാർട്ടാണ്. അവരുടെ മനസ്സുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ ആളുകളെ വശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പല യുവാക്കളും അതിന്ന് സോഷ്യൽ മീഡിയയിലൂടെ, മെസ്സേജിലൂടെ ആണെങ്കിലും ചാറ്റിങ്ങിലൂടെ ആണെങ്കിലും ഇന്ന് സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവിൽ നിന്ന് ഭാര്യയെ കെട്ടാൻ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ അതിശക്തമായ കോപമുള്ള വിഷയമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എത്ര കുടുംബങ്ങളാണ് സഹോദരങ്ങളെ വിള്ളൽ വീണിരിക്കുന്നത്. എത്ര കുടുംബങ്ങളാണ് ഇതിന്റെ പേരിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു നാണവുമില്ലാത്ത രൂപത്തിൽ ഈ ചാറ്റിങ്ങിലൂടെയും ഒക്കെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഫസ്നഉ മാ ശിഅത, നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും പ്രവർത്തിച്ചോ എന്ന് പറഞ്ഞ വാക്ക് അത് നുബുവത്തിന്റെ വാക്കാണ്, അത് റിസാലത്തിന്റെ വാക്കാണ്. അതുകൊണ്ട് അതിന്റെ ഗൗരവത്തിൽ കാണാൻ നമുക്ക് കഴിയണം. മഹാനായ ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖല്ല ഹയാഉഹു, ആർക്കെങ്കിലും ലജ്ജ കുറഞ്ഞു പോയാൽ ഖല്ല വറഉഹു, അവന് ഭയഭക്തി കുറഞ്ഞു പോകും. വമൻ ഖല്ല വറഉഹു, ആർക്കെങ്കിലും ഭയഭക്തി കുറഞ്ഞു പോയാൽ മാത ഖൽബുഹു, അവന്റെ ഹൃദയം മരിച്ചു പോകും. പിന്നെ അവന്റെ യാത്ര തിന്മയുടെ വഴികളിലൂടെ ആയിരിക്കും എന്നാണ്. എന്തും പറയുന്ന അവസ്ഥയുണ്ടാകും, എന്തും കാണിക്കുന്ന അവസ്ഥയുണ്ടാകും. സമൂഹത്തിൽ ആരെയും അവൻ പരിഗണിക്കുകയില്ല. അത്തരമൊരവസ്ഥയിലേക്ക് അവൻ കടന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. യൂട്യൂബ് അതിനൊരു കാരണമാണ്. ടിക്ടോക്കുകൾ ഇന്ന് അതിനൊരു കാരണമാണ്. ഗൾഫിൽ, ഇന്ത്യയിൽ ബാൻ ചെയ്താലും ഗൾഫിലൊക്കെ പോണ ആൾക്കാർ ടിക്ടോക്ക് വഴി കുടുംബത്തിന്റെ ഒക്കെ വീഡിയോ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. കൂടുതലും നമ്മൾ പരിശോധിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ കയറിയാൽ കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള കാഴ്ചകളാണ് ഇന്ന് ഈ സോഷ്യൽ മീഡിയ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഡിജിറ്റൽ ലോകത്തെ ലജ്ജയില്ലായ്മ അതീവ ഗൗരവത്തിൽ നമ്മൾ കാണണം. സ്വകാര്യ ചിത്രങ്ങളും കുടുംബത്തിന്റെ വിവരങ്ങളും പുറത്തേക്ക് പ്രകടമാക്കുകയാണ്. പുറത്തേക്ക് അതിങ്ങനെ പരസ്യമായി പോകുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. അശ്ലീല ഉള്ളടക്കങ്ങളുള്ള വീഡിയോകളായി അതുപോലെ അത്തരം കാര്യങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇനി നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ സംസാരത്തിന്റെ വിഷയത്തിൽ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വമാ ഖാനൽ ഫഹ്ശു ഫീ ഷൈഇൻ ഇല്ലാ ഷാനഹു വമാ ഖാനൽ ഹയാഉ ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. സംസാരം വളരെ ശ്രദ്ധിക്കണം. ഒരു ലജ്ജയുമില്ലാത്ത സംസാരം നമ്മളിൽ നിന്നുണ്ടാകരുത്. നാളെ പരലോകത്ത് തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതാണ് ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ, സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാവ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ സൂക്ഷിക്കണം. സംസാരിക്കുമ്പോൾ സംസാരത്തിൽ ലജ്ജയില്ലായ്മ, അസഭ്യ വാക്കുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൊതുവേദികളിൽ പോലും ആളുകൾക്ക് അസഭ്യ വാക്ക് പറയാൻ മടിയില്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വാട്സപ്പിലൊക്കെ ആണെങ്കിൽ സ്റ്റിക്കർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. സ്റ്റിക്കർ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, ചീത്ത പറയുന്ന അശ്ലീല ചവയുള്ള സ്റ്റിക്കറുകളൊക്കെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്ത് ഏതെങ്കിലുമൊക്കെ കമന്റ് അടിയിൽ ഇങ്ങനെ വിടുകയാണ്. അത്തരമൊരു സംവിധാനത്തോടുകൂടി വന്നപ്പോൾ അതിലും നമ്മുടെ സമൂഹത്തിൽ പലരും ലജ്ജയില്ലാതെ പെട്ടുപോകുന്ന അവസ്ഥ.
മുതിർന്നവരോട് ലജ്ജയില്ല, അധ്യാപകരോട്, അതുപോലെ തന്നെ നേതാക്കന്മാരോട്, നമ്മൾ ബഹുമാനിക്കേണ്ടവരോട് ലജ്ജയില്ലാതെ പെരുമാറുന്ന യുവതലമുറയെ നമ്മൾ കാണുന്നു. തമാശയുടെ പേരിൽ ലൈംഗിക സൂചനകൾ പോലെയുള്ള സംസാരങ്ങൾ ഇന്ന് കാണുന്നു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നിയന്ത്രണ വിധേയമല്ലാത്ത കമന്റ് സെഷൻ നമ്മളെടുത്ത് പരിശോധിച്ചാൽ എന്തൊക്കെ കമന്റുകളാ ഓരോ വീഡിയോയുടെ അടിയിൽ വരുന്നത്. എത്രയോ ചെറുപ്പക്കാരിൽ ആവശ്യമില്ലാത്ത പലരെയും ചീത്ത പറഞ്ഞും അവരുടെ ന്യൂനതകൾ പ്രകടമാക്കിയും ഇല്ലേ ആവശ്യമില്ലാത്ത കമന്റുകൾ പലരും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇത്തരം പൈശാചിക സംസാരത്തെ നിരാകരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നമ്മുടെ പെരുമാറ്റം അത് വളരെ കൃത്യമായി ലജ്ജയോടുകൂടിയുള്ളതായിരിക്കണം. ലജ്ജയില്ലാത്ത പെരുമാറ്റങ്ങൾ ഇന്ന് സമൂഹത്തിൽ പലരിൽ നിന്നും കാണുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ അനാചാര പെരുമാറ്റം, സ്ത്രീകളോട് അനാദരവുള്ള ഇടപെടലുകൾ, മറ്റുള്ളവരുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന അവസ്ഥകൾ, ഇത്തരം സ്വഭാവങ്ങളൊന്നും ഇതിൽ നിന്നെല്ലാം നമ്മുടെ നഫ്സിനെ സംരക്ഷിക്കാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലജ്ജ എന്ന് പറയുന്നത് റഅ്സു മഖാരിമുൽ അഖ്ലാഖ് അൽ ഹയാ, ഹയാ എന്ന് പറഞ്ഞാൽ അത് സ്വഭാവത്തിന്റെ തലയാണ് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. മതത്തിന്റെ മർമ്മമാണത്, മതത്തിന്റെ ആത്മാവാണത്. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലജ്ജ എന്ന് പറയുന്നത്. മഹാനായ ഫള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ വരാൻ കാരണം, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ തീച്ചൂളയുണ്ടാവാൻ കാരണം, അവന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ തീക്കനലാകാൻ കാരണം, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ വഴികളിലൂടെ വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള കാരണം അദ്ദേഹം വിശദീകരിക്കുന്നു. 5ഓളം കാര്യങ്ങൾ അദ്ദേഹം ഹംസും മിൻ അലാമത്തി ശഖാവ, അഥവാ ദൗർഭാഗ്യത്തിന്റെ കാരണങ്ങൾ പറഞ്ഞപ്പോൾ പലതും വിശദീകരിക്കുന്നതിൽ അദ്ദേഹം പറഞ്ഞു, ഖില്ലത്തുൽ ഹയാ, ലജ്ജ കുറയുക എന്നതിന്റെ കാരണമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, പല ദുരന്തങ്ങളും നമ്മൾ വിരിച്ചു വീഴ്ത്തുന്നതിന്റെ കാരണം എന്താണ്? ലജ്ജയില്ലായ്മയാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ലജ്ജ 4 വിധത്തിൽ നമുക്കുണ്ടാകണം. ഒന്നാമത്തത് ഹയാ മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ലജ്ജയാണ്, അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധമാണ് ഉണ്ടാകേണ്ടത്. രണ്ടാമത്തത് അൽ ഹയാ മിനൽ മലായിക, മലായിക്കത്തുകളിൽ നിന്നുള്ള ലജ്ജയാണ്. മൂന്നാമത്തത് ഹയാ മിനൻ നാസ്, ജനങ്ങളിൽ നിന്നുള്ള ലജ്ജയാണ്. നാലാമത്തത് അൽ ഹയാ മിനൻ നഫ്സ്, സ്വന്തത്തോടുള്ള ഒരു ലജ്ജയാണ്. ചിലരൊക്കെ പരസ്യമായി തെറ്റ് ചെയ്യും, പരസ്യമായി തെറ്റ് ചെയ്യൂല, രഹസ്യമായി തെറ്റ്. അത്തരം ആളുകളുമുണ്ട്. ജനങ്ങളെ പേടിയാണ്. എന്താ? സ്വന്തത്തോട് ലജ്ജയില്ലായ്മ, അള്ളാഹുവിൽ നിന്നുള്ള ലജ്ജയില്ലായ്മ, മലക്കുകളിൽ നിന്നുള്ള ലജ്ജയില്ലായ്മ, ഇത്തരം സ്വഭാവങ്ങളുണ്ട്. നമ്മൾ ഏത് കർമ്മം ചെയ്താലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അല്ലേ? അത് ഒരു പക്ഷേ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ അറിയോ? ആരും കണ്ടിട്ടില്ലല്ലോ, ഇത് നമ്മുടെ നാട്ടിലാരും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടിട്ടില്ലല്ലോ, മാതാപിതാക്കൾ കണ്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കും. ഈ പറഞ്ഞ 4 രൂപത്തിലല്ലാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ കഴിയില്ല. അള്ളാഹ് എന്തായാലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹ് എല്ലാം കാണുന്നവനാണ്. മലക്കുകൾ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മ അത് കാണും. മാത്രമല്ല, നാളെ പരലോകത്തെത്തുമ്പോ ഈ ജനങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ ഭാര്യ നമുക്കെതിരെ പറയും, നമ്മുടെ മക്കൾ പറയും. ഈ തെറ്റുകളൊക്കെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ചെയ്തതാണ്. അവര് നാളെ എതിർത്തു പറയും, എന്റെ ഉപ്പാനെ പിടിച്ച് നരകത്തിട്ട് ഞങ്ങളെ രക്ഷിക്കൂന്ന് അള്ളാഹിനോട് പറയുന്ന അവസ്ഥ പരലോകത്തുണ്ടാകും. നമ്മുടെ കൈകാലുകൾ സാക്ഷി പറയും നമുക്കെതിരെ. അത് പരലോകത്ത് കടന്നു വരാനിരിക്കുന്ന അപകടമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജ എന്ന ഗുണം നമ്മൾ സ്വായത്തമാക്കണം. അൽ ഹയാ മിനല്ലാഹ്, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, യഥാർത്ഥ ലജ്ജ അള്ളാഹുവിൽ നിന്നുള്ള ലജ്ജയാണ് എന്നാണ്. അപ്പൊ സഹാബിമാര് ചോദിച്ചു, ഞങ്ങൾക്കെല്ലാം അള്ളാഹിനോട് ലജ്ജ ഉണ്ടല്ലോ, പിന്നെന്താണ്? അപ്പൊ നബി പറഞ്ഞു, അതല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലജ്ജ അല്ല. നിങ്ങളുടെ തലയും തലയോട് ചേർന്നതും നിങ്ങളുടെ വയറും വയറിനോട് ചേർന്നതും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങളെല്ലാം അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നതാണ് ലജ്ജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അലം യഅലം ബി അന്നല്ലാഹ യറാ, ഞാൻ ആദ്യമായി ഓതി വെച്ച ആയത്ത്. അള്ളാഹു അറിയാതെ ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് ആ ലജ്ജ നമുക്കുണ്ടാകണം. എന്ത് നമ്മൾ കാണിക്കുന്നുണ്ടോ റബ്ബിന്റെ മുന്നിൽ അത് റബ്ബ് കൊണ്ടുവരും. ആരും കാണാതെ തെറ്റിലേക്ക് പോയെന്ന്. ചില ആളുകളൊക്കെ തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ മോഷ്ടിക്കുന്ന ആളുകൾ എവിടെങ്കിലും കയറി മോഷ്ടിക്കുമ്പോൾ പെട്ടെന്ന് CCTV കാണുമ്പോൾ ആ സാധനം അവിടെ വെച്ചിട്ട് പോകും. എന്താണ്? CCTV പേടി, ആളുകളെ പേടി, ജനങ്ങളെ പേടി, നിയമത്തെ പേടി, അള്ളാഹുവിനെ പേടിക്കാത്ത അവസ്ഥ അതുണ്ടാകരുത് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. തനിച്ചാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഗൾഫിലാണ്, എൻ്റെ വീട്ടുകാരും ഇവിടെ ഇല്ല, ഞാൻ ഹോസ്റ്റലിലാണ്, എൻ്റെ മാതാപിതാക്കൾ ഇവിടെ ഇല്ല, ഞാൻ അടച്ചിട്ട ബെഡ്റൂമിലാണ്, എന്നെ കാണാൻ ആരുമില്ല എന്ന് വിചാരിക്കരുത്. നീ തനിച്ചാകുമ്പോഴെല്ലാം നീ പറയണം, നിന്റെ കൂടെ നിന്റെ റബ്ബുണ്ട് എന്ന് നിന്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരിക്കണം എന്നത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മഹാന്മാരായ സ്വഹാബിമാർ
അവർ കുളിക്കുമ്പോൾ പോലും ഒരു ബാത്റൂമിൽ, ഒരു ഹമ്മാമിൽ അവർ കുളിക്കുമ്പോൾ ആരും കാണാനില്ല, അവരുടെ ഔറത്ത് മറച്ചിട്ടാ കുളിക്കുക. എന്താണെന്നറിയോ? കാരണം അവിടെ പോലും അള്ളാഹ് കാണുന്നു എന്നുള്ള ആ ഒരു ലജ്ജാശീലം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പോലെയുള്ളവർക്ക് ഉണ്ടായിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് അള്ളാഹ് കാണുന്നില്ല എന്ന് തോന്നുന്നത്? മതബോധം കുറഞ്ഞതിന്റെ കാരണമാണ്. ലജ്ജാശീലത്തിന്റെ അടിസ്ഥാനമായ ഈമാൻ ദുർബലമാകുന്നതിന്റെ കാരണമാണ് ആരും നമ്മളെ കാണുന്നില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതുപോലെ മലക്കുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, അവർ നമ്മളുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്നുള്ള ലജ്ജ അതും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ. ഒരാളിങ്ങനെ ബെഡ്റൂമിൽ അവന്റെ ഭാര്യയുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ, ചില ആളുകളിൽ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കാൻ കഴിയുന്നവനാണ് ഞാൻ എന്ന് സമൂഹത്തിന്റെ മുന്നിൽ പറയാനും അത്തരം ആളാകാനും വേണ്ടി സ്വന്തം ഭാര്യയുമായിട്ടുള്ള രഹസ്യങ്ങൾ പോലും കൂട്ടുകാരുടെ മുന്നിൽ പറയുന്ന മ്ലേച്ഛന്മാർ ഈ സമൂഹത്തിലുണ്ട്. എത്ര ആളുകളുണ്ട് സഹോദരങ്ങളെ? അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സ്വകാര്യ നിമിഷങ്ങൾ പോലും മൊബൈലുകളിൽ ഒപ്പിയെടുത്ത് അതിങ്ങനെ ലീക്കായി സമൂഹത്തിന്റെ മുന്നിൽ വഷളാകുന്ന ആളുകൾ ഇന്ന് നമ്മുടെ നാടുകളിലില്ലേ? ഒരു ലജ്ജയും ഇല്ലാതെ പ്രവർത്തിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണുന്നത്. താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചില ആളുകൾ അതിരുവിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണെങ്കിലോ ഇതുപോലെയുള്ള പാപങ്ങളെ സാധാരണവൽക്കരിക്കുകയും കാലത്തിന്റെ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിക്കുകയും തെറ്റിനെ ന്യായീകരിക്കുന്നതിൽ യാതൊരു മനസാക്ഷി കുത്തില്ലാതിരിക്കുകയും ചെയ്യുന്ന അപകടകരമായ അവസ്ഥയാണ് ഈ ലിബറലിസത്തിന്റെ വല്ലാത്ത ഈ കാലഘട്ടത്തിൽ പല നമ്മുടെ സഹോദരങ്ങൾക്കും പിടിപെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഇന്നത്തെ കല്യാണമൊക്കെ എങ്ങനെ പറയാതിരിക്കും സഹോദരങ്ങളെ? മുസ്ലിം സമൂഹത്തിലെ കല്യാണങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൾഗറായ പ്രവർത്തനങ്ങൾ നടക്കുക. 1,50,000 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോഗ്രാഫർ വിളിക്കും, ആളുകളെ എല്ലാം വിളിച്ചിരുത്തി നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജിൽ ആ ഭാര്യയും ഭർത്താവിനെയും അവിടെ വെച്ച് തന്നെ പരസ്പരം ചുംബിക്കുകയും കെട്ടിപ്പിടിപ്പിക്കുകയും അതുപോലെ കടത്തിയും ഇരുത്തിയും എല്ലാം ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫ് പറയുന്നത് പോലെ ഫോട്ടോ എടുക്കുന്നത് നമ്മുടെ കൗമിന്റെ കല്യാണങ്ങളിലല്ലേ? അവിടെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് എന്തുകൊണ്ട് ഇടപെടാൻ കഴിയണില്ല? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട വിഷയം. ഒരു തരത്തിലുള്ള ലജ്ജയുമില്ലാത്ത അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങൾ വരണ്ട. കൂട്ടുകാർ ഏറ്റെടുക്കുകയാണ്, ചെറുക്കന്റെ കൂട്ടുകാർ ഏറ്റെടുക്കുകയാണ്. പിന്നെ കല്യാണം, പിന്നെ അവിടെ നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ. ലജ്ജയില്ലായ്മയുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് ഇതര മത സമൂഹങ്ങളിൽ പോലും ഇത്രയും ലജ്ജയില്ലായ്മ നമ്മൾ കാണാറില്ല. ഒരു മനുഷ്യനുണ്ടാകുന്ന സ്വന്തം ലജ്ജ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഹിർക്കലിന്റെ കൊട്ടാരത്തിലേക്ക് അബൂ സുഫിയാൻ പോകുന്നുണ്ട്. അവിടെ ചെന്ന് അബൂ സുഫിയാൻ പ്രവാചകനെ മോശപ്പെടുത്താനാ പോകുന്നത്. ഹിർക്കൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ കള്ളം പറയുമെന്ന് ചോദിക്കുമ്പോ അബൂ സുഫിയാന് ലജ്ജ തോന്നി. ആ മുസ്ലിമായ മനുഷ്യനാണ്, ലജ്ജ തോന്നി. കാരണം കള്ളം പറയാൻ ഇല്ല എന്ന് പറഞ്ഞു. കരാറ് പൂർത്തീകരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല, കരാറ് കൃത്യമായി പൂർത്തീകരിക്കുന്ന ആളാണ് പ്രവാചകൻ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ തിരിച്ചാണ് പറയേണ്ടത്. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ലജ്ജ തോന്നി എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അതൊരു പക്ഷേ ലംഘിക്കുമോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതുവരെ പ്രവാചകൻ കരാർ ലംഘിച്ചിട്ടില്ല എന്നാണ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ പല മനുഷ്യർക്ക്, മുസ്ലിങ്ങളായ സഹോദരങ്ങൾ, അവർക്ക് സ്വന്തം തോന്നുന്നൊരു ലജ്ജയില്ലേ? ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ചെറുപ്പക്കാർക്കും അതില്ല എന്നുള്ളതാണ്. സമൂഹത്തിന്റെ മുന്നിൽ എന്തൊക്കെ അഭിപ്രായങ്ങളും കണ്ടോണ്ട് നിൽക്കുന്നവർക്ക് ലജ്ജ തോന്നും. ഒരു മടിയുമില്ലാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെ? കല്യാണത്തിന്റെ മുന്നേ തന്നെ, വിവാഹ ബന്ധങ്ങൾക്ക് മുമ്പേ തന്നെ ആണും പെണ്ണും തമ്മിൽ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് കാണിക്കുന്നത്. ഇത് എന്തുകൊണ്ട് ഇത് തടുക്കേണ്ട ആളുകൾ തടുക്കുന്നില്ല? അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല. ഇതിന്ന് വളരെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ സഹോദരങ്ങളെ? എന്താ ഇതിന്റെ അപകടം എന്നറിയോ? ഈ ലജ്ജ നഷ്ടപ്പെടൽ, ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഈമാൻ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ബന്ധങ്ങളിൽ ലജ്ജയില്ലായ്മ, വിവാഹത്തിന് മുമ്പേ നടക്കുന്ന അനാചാര പ്രവർത്തനങ്ങൾ, സ്വകാര്യമായ കാര്യങ്ങൾ പോലും പൊതുവേദികളിൽ പങ്കുവെക്കുന്ന അവസ്ഥ. ഇത് കൂടുതലായി സഹോദരങ്ങളെ. അതുകൊണ്ട് ഇത്തരം അധർമ്മ ലാളനകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ എവരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്.
അപ്രകാരം ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൽഗുണത്തെക്കുറിച്ചാണ് ഹയാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗുണത്തെക്കുറിച്ചാണ് വിശദീകരിക്കപ്പെട്ടത്. 4ാമത്തെ ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം നഫ്സിനെ തൊട്ടുള്ള ലജ്ജയാണ്. ചിലർക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ പരസ്യമായി അവർ തെറ്റ് ചെയ്യില്ല. പരസ്യമായി പോലും ലജ്ജയില്ലായ്മ ഇന്ന് പ്രകടമാണ്. എന്നാൽ ചില ആളുകൾ അങ്ങനെയല്ല. അവർ പരസ്യമായിട്ടൊന്നും തെറ്റില്ല, ആളുകളുടെ മുന്നിലൊക്കെ വളരെ മാന്യന്മാരായി ജീവിക്കും. എന്നാൽ രഹസ്യമായി അവർ തെറ്റുകൾ ചെയ്യുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ലജ്ജയില്ലാതെ സ്വന്തം ശരീരത്തോട് പോലും ഒരു നാണം തോന്നാത്ത രൂപത്തിൽ വളരെ മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവസ്ഥ. ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് സഹോദരൻ. ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് ചില കുട്ടികൾ വളരെ മോശമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന വാർത്തകൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. 15 വയസ്സുള്ള കുട്ടികളെയൊക്കെ ഇന്നൊരു പയ്യനെ അറസ്റ്റ് ചെയ്തു. 15 വയസ്സേ ഉള്ളൂ അവന്. എന്താണ് ഇവർ ചെയ്യുക? ഇവരിങ്ങനെ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ അവരിങ്ങനെ വീട്ടിൽ പല വസ്ത്രങ്ങളിലായിരിക്കുമല്ലോ, പുറത്തു പോകുന്ന വസ്ത്രമായിരിക്കും, ആ വസ്ത്രത്തിലൊക്കെ അവരുടെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുക. അതിങ്ങനെ പോൺ സൈറ്റുകളിൽ കൊടുത്ത് അത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി അത്തരം വൾഗറായ വീഡിയോകളാക്കി ഫോട്ടോകളാക്കിയിട്ട് തിരിച്ചു കൊടുക്കുക. അതിന് 200 രൂപ കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇതിലൊക്കെ കൂടുതലും പ്രവർത്തിക്കുകയും ഇത്തരം ഏറ്റവും എക്സ്ട്രീം ലെവൽ മോശപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയ കുട്ടികളാണ്. 15, 16, 17 വയസ്സൊക്കെ ഉള്ള കുട്ടികളുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എത്ര ഗൗരവമാണ് സഹോദരൻ. നമ്മുടെ മക്കൾക്കൊക്കെ മൊബൈൽ വാങ്ങിക്കൊടുക്കുക. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനാണെന്ന് പറയാം, അതൊക്കെ ആവശ്യമായിരിക്കും. പക്ഷെ നിയന്ത്രിതമായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ മക്കൾ പോകുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. ഇന്നത്തെ ഈ സൈബർ ഇടത്തിൽ നടക്കുന്ന അപകടകരമായ അവസ്ഥകൾ, ആ ഗ്രൂപ്പിന്റെ ഒക്കെ പേരാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അമ്മ എന്നും അത്തരം പേരുകളൊക്കെയാണ്. അത്തരം വളരെ മോശപ്പെട്ട, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, കാഴ്ചപ്പാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം അവസ്ഥകൾ, ഒരു ലജ്ജയുമില്ലാത്ത പ്രവർത്തനങ്ങൾ, സ്വന്തം ശരീരത്തോടും ലജ്ജയില്ലാത്ത ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എന്തുമാകാം. ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി ജീവൻ പോലും നഷ്ടപ്പെടാൻ അത് കാരണമാകും. പലരുടെയും ആരെയും മോശപ്പെടുത്താൻ, എന്നും പറയാൻ ഒരു മടിയുമില്ലാത്ത, ഒരു നാണവുമില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. നമ്മുടെ മനസ്സുകളിൽ ഈമാൻ, നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിൽ വളർത്തി കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ആലോചിക്കണം, എന്ത് ചെയ്യുമ്പോഴും പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ഞാൻ ചെയ്യേണ്ടതാണോ ചെയ്യേണ്ടതല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും മാറണം. ഇത്തരം ഞാൻ പറഞ്ഞതുപോലെയുള്ള പാപപ്രവാഹങ്ങളിൽ ജാഗ്രത പുലർത്താൻ നമുക്കെല്ലാവർക്കും പ്രിയമുള്ള സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ശഅബാൻ മാസമാണ്. സക്രിയമായ മുന്നേറ്റങ്ങൾ ഈ മാസത്തിൽ നമ്മുടെ ധർമ്മത്തിന്റെ പാതയിൽ, ഇസ്ലാമികമായ ഈമാനികമായ വെളിച്ചത്തിൽ ആ കൊടികൾ നെഞ്ചോട് ചേർത്തു പിടിച്ച് ദിശാബോധത്തോടു കൂടി സഞ്ചരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ആ നിലക്ക് നമ്മുടെ ഹൃദയങ്ങൾ ജാഗരിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളിപരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി നമ്മുടെ പള്ളിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി സംഭാവനകൾ നൽകുക. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ഞായറാഴ്ച 25-ാം തീയതി രാവിലെ 9:45 മുതൽ 3:30 വരെ ലേണ്ടി ഖുർആൻ കുടുംബ സൗഹൃദ സംഗമം ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാ ആളുകളും ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. 3ഓളം പ്രഭാഷണങ്ങൾ അന്നുണ്ടായിരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പലരുടെയും പ്രവർത്തകരുടെ ബന്ധുക്കൾ പലരും രോഗബാധിതരാണ്. എല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു ഷിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. സൽക്രമങ്ങളിൽ മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മഗ്ഫിറത്ത് നൽകി, മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബക്കാർ, ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ പരലോകത്ത് നന്മ വിചാരണ കോടതിയിൽ വലത് കൈയിൽ കിതാബ് ഒടിച്ച് ചുണ്ടുറയ്ക്കാതെ നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന, പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിൽ ഒക്കെ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അള്ളാഹു അവർക്ക് അമ്നിനെ, നിർഭയത്വത്തെ അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار
اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين والحمد لله رب العالمين.